एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ക്യാരറ്റ് തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി ഒരു വലിയ ക്യാരറ്റ് നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊണ്ടൻ മുളകാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലത്തെ മുളകാണ്, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് വേണം. ഇത് അരമുറിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വെളിച്ചെണ്ണ വേണം. പിന്നെ ഇവിടെ ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കടുകും എടുത്തിട്ടുണ്ട്. ഈ കടുകിൽ മഞ്ഞയായിട്ട് കിടക്കുന്നത് മുളകിൻ്റെ അരിയാണ്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായി വെന്ത് വരണം. ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വരണം. അതുവരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല, അതായത് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് ഈ ക്യാരറ്റ് തോരൻ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ
നമ്മൾ ചേർത്ത അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊരു മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള നമ്മുടെ അരപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് തോരൻ തയ്യാറായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.